അസ്സലാമുഅലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് റെസിപ്പികളാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഡയറ്റിൽ കഴിക്കാവുന്ന ഫ്രൂട്ട്സ് വളരെ ലിമിറ്റഡ് ആണ്. അവക്കാഡോ, കുറച്ച് ബെറീസ്, നെല്ലിക്ക, തേങ്ങ അങ്ങനെ പോകുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു കൃത്യമായിട്ടൊരു അളവുണ്ട്. പ്രത്യേകിച്ച് അവക്കാഡോ ഒക്കെ ജ്യൂസാക്കി കഴിക്കുമ്പം അല്ലെങ്കിൽ ബെറീസ് ജ്യൂസാക്കി കഴിക്കുമ്പം പലരും പറയാറുണ്ട് മധുരം ഇടാതൊരു ടേസ്റ്റും ഇല്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന കുറച്ച് മെത്തേഡുകളാണ് ഞാൻ പറയുന്നത്. ആദ്യം ഞാൻ ബ്ലൂബെറി ഫ്ലേവറിലൊരു തേങ്ങാപ്പാൽ മിക്സാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്, പിന്നെ കുതിർത്ത് വെച്ച ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തേങ്ങാ കൊത്തെടുത്തിട്ടുണ്ട്, പിന്നെ ഇത് തേങ്ങാപ്പാലുമാണ്. എളുപ്പമാണ്, രാത്രിയൊക്കെ ഇതൊന്ന് തയ്യാറാക്കി കഴിച്ചാൽ മതി. ആദ്യം ഇതൊന്ന് ഞാൻ ഒരു ഫോർക്ക് കൊണ്ട് പതുക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരിക്കൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒരു ബോക്സിന് 5 റിയാലിന് ഓഫറിൽ കിട്ടി. ആ സമയം 4-5 ബോക്സ് വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചതായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എത്ര കാലം വേണമെങ്കിലും കേടുവരാതെ നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. ചെറുതായി ചതച്ചെടുത്ത ഈ ബ്ലൂബെറിയെ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ബ്ലൂബെറി എടുത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് ബദാം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാ കഷ്ണങ്ങൾ മുകളിലിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ബ്ലൂബെറി കോക്കനട്ട് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ഇസബ്ഗോൾ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് ചിയ സീഡൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും നല്ലൊരു പാല് പോലെയാണ് ഇരിക്കുന്നത്. ചിലർക്ക് കുറച്ച് കട്ടിയിൽ കഴിക്കാനാവും കൂടുതൽ ഇഷ്ടമാവുക. അങ്ങനെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചിയ സീഡോ അല്ലെങ്കിൽ ഇസബ്ഗോൾ, അതും അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് കസ്കസ് കുതിർത്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്നവർക്കാണെങ്കിൽ തേങ്ങാപ്പാൽ വളരെ ഉത്തമമാണ്. അതേപോലെ തന്നെ സ്പീലിയം ഹസ്കും 1 ടേബിൾ സ്പൂണ് വെറുതെ വെള്ളത്തിലിട്ട് കഴിച്ചാലും കോൺസ്റ്റിപ്പേഷന് പരിഹാരമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രാത്രിയിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഉത്തമ റെസിപ്പി കൂടിയാണിത്. ഒരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിൻ്റെയും ആവശ്യമില്ല. ഡയറ്റിൽ സ്ട്രിക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു കൊച്ചു മധുരം ആസ്വദിക്കാൻ കഴിയും. ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രീമാണ്, ഒരു കീറ്റോ ഐസ്ക്രീം എന്ന് പറയാം. ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു പകുതി അവക്കാഡോ, കുറച്ച് ബെറീസ്, പിന്നെ ആൽമണ്ട് മിൽക്കുമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ആദ്യം അവക്കാഡോയെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇനി ബെറീസ് ചേർക്കാം, പിന്നെ ആൽമണ്ട് മിൽക്ക് ചേർക്കാം. അവക്കാഡോയും ബ്ലൂബെറിയും കൂടി നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു നിറമായിട്ടുണ്ട്. ഈ നിറത്തിലുള്ള ഒന്നും നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പഴുത്ത അവക്കാഡോ തന്നെ എടുക്കുക. പിന്നെ അവക്കാഡോ വെറുതെ തിന്നാൻ ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് ബദാം അവക്കാഡോ ബെറി മിക്സ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു ജ്യൂസ് കുടിക്കുന്ന പോലെ അല്ല ഇത്. ഈ തേങ്ങാക്കൊത്തിൻ്റെയും ബെറിയുടെയും അവക്കാഡോയുടെയും മൊത്തത്തിലൊരു നല്ലൊരു ഫീൽ തന്നെ. നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഓരോ റെസിപ്പികളാണ് നമ്മളിപ്പം പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇനി അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് പുളിയില്ലാത്ത കട്ട തൈര് എടുത്തിട്ടുണ്ട്, യോഗർട്ട്, പിന്നെ സിന്നമൺ പൗഡർ, പിന്നെ ഫ്രോസൺ സ്ട്രോബെറിയാണ് ഞാനിവിടെ ഒരു 4 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം ഉപ്പ് ചേർക്കാം കേട്ടോ.
ഞാനിവിടെ തൽക്കാലം ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സിന്നമൺ പൗഡറിന് ഒരു മധുരം ഉണ്ടാകും. സ്ട്രോബെറിയെ ഒന്ന് കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി ഉടച്ചു കൊടുത്താലും മതി. യോഗർട്ട് വാങ്ങിക്കുമ്പം ഫുൾ ഫാറ്റ് വാങ്ങണം, നോ ഫാറ്റും ലോ ഫാറ്റും വാങ്ങരുത്. അതുപോലെ ഫ്ലേവേർഡ് യോഗർട്ടും വാങ്ങരുത്. ഫ്ലേവേർഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി, ഹണി, ബ്ലൂബെറി അങ്ങനെ വരുന്നുണ്ട്. ഞാനൊരു 50 ഗ്രാമോളം യോഗർട്ട് എടുത്തിട്ടുണ്ട്. ഇനി സിന്നമൺ പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മതി. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബെറി ഫ്ലേവേർഡ് യോഗർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ തയ്യാറാക്കിയാലും. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പുളിയില്ലാത്ത യോഗർട്ടാണ് ഇതിലേക്ക് എപ്പോഴും നല്ലത്. പാക്കിൽ കിട്ടുന്ന ബെറി ഫ്ലേവേർഡ് യോഗർട്ടിൽ 8 ഗ്രാമോളം ഷുഗർ ഉണ്ട്. എന്തായാലും ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. സിന്നമൺ പൗഡറും സ്ട്രോബെറിയും യോഗർട്ടും കൂടി ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ട്. സിന്നമൺ പൗഡറിൻ്റെ ഒരു കൊച്ചു മധുരമുണ്ട്. ഗ്രീക്ക് യോഗർട്ടാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ സാധാരണ ഒരു സലാഡ് തന്നെ കഴിക്കാതെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജ്യൂസ് തന്നെ കഴിക്കാതെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളതാണ് ഈ 3 റെസിപ്പിയും. നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ബെറി കൊണ്ടും തയ്യാറാക്കിയെടുക്കാം. പല സുഹൃത്തുക്കളും പറയാറുണ്ട് മധുരം ഇടാതെ ജ്യൂസ് ഒന്നും കുടിക്കാൻ ഒരു ടേസ്റ്റും ഇല്ല, ഒരു താല്പര്യവും ഇല്ലയെന്ന്. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടമാകും. പ്രത്യേകം ബെറിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ കഴിക്കാവുന്ന ഫ്രൂട്ട്സിൻ്റെ ഒരളവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. നമ്മളെടുക്കുന്ന അവക്കാഡോ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു ദിവസം കഴിക്കാം. അതേപോലെ ഗ്രേപ്പ് ഫ്രൂട്ട് അതാണെങ്കിൽ പകുതി ഒരു ദിവസം കഴിക്കാം. ഇനിയിപ്പോൾ ബെറീസ് ആണെങ്കിൽ ഒരു സ്ട്രോബെറി ആണെങ്കിൽ 4 എണ്ണം, റാസ്ബെറി ആണെങ്കിൽ 4 എണ്ണം, ബ്ലാക്ക് ബെറി ആണെങ്കിൽ ഒരു 5 എണ്ണം ഒക്കെ, അതേപോലെ ബ്ലൂബെറി ആണെങ്കിൽ ഒരു 6 പീസൊക്കെ. നെല്ലിക്ക പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, നെല്ലിക്ക അതും 2-3 എണ്ണം ഒരു ദിവസം കഴിക്കാം കേട്ടോ. പിന്നെ ഉള്ളത് തേങ്ങയാണ്. തേങ്ങ ഒരു മീഡിയം തേങ്ങ, ഒരു തേങ്ങ 3 ദിവസത്തേക്കൊക്കെ കണക്കാക്കിയിട്ട് കഴിക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, ഗ്രൂപ്പിൽ മിക്കവാറും കണ്ടുവരുന്നൊരു സംശയമാണ് ഡ്രൈഡ് ബെറീസ്, ഡ്രൈഡ് ഫ്രൂട്ട്സ് കഴിക്കാവോ എന്ന്. ഇപ്പം എന്താ ബെറിയുടെ പാക്കിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയറ്ററി ഫൈബർ 1 ഗ്രാമുള്ളൂ, ഷുഗറാണ് 30 ഗ്രാമും കാണിക്കുന്നത്. അതും 40 ഗ്രാമിലാണ് ഇത്രയും ഷുഗർ ഉള്ളത്. അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് നോക്കണം. അതിനകത്ത് ഷുഗർ ഉണ്ട്, കോൺ സിറപ്പ് ഉണ്ട്, പിന്നെ ഷുഗർ, കോൺ സിറപ്പ്, സൺഫ്ലവർ ഓയിലുണ്ട്. അപ്പോൾ ന്യൂട്രീഷൻ മാത്രം നോക്കിയാൽ പോരാ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും നോക്കണം. ഇതിപ്പോൾ നിങ്ങൾ ആമസോണിൽ നിന്നൊക്കെ പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇതിൽ ചിത്രങ്ങളായിട്ടും ഇൻഫർമേഷനായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതേപോലെ ന്യൂട്രിയൻസ് അവിടെയും നമുക്ക് പരിശോധിക്കാം. ഇതിലൊക്കെ 20 ഗ്രാമോളം അല്ലെങ്കിൽ 25 ഗ്രാമോളമൊക്കെ ഷുഗർ ആഡഡ് ആയിട്ടാണ് പ്രോഡക്റ്റ്സ് പാക്കറ്റിൽ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു സഹായമായിട്ടുണ്ടാകും, ഉപകാരമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ബെറീസൊക്കെ വെച്ചിട്ട് പുതിയ ഐഡിയാസ് അറിയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.